മേലപ്പുള്ളിയിലെ വിവാദ ബ്രൂവറിക്ക് റവന്യൂ വകുപ്പിന്റെ വെട്ട്. ഭൂമിയുടെ തരം മാറ്റാൻ ഒയാസിസ് നൽകിയ അപേക്ഷ പാലക്കാട് RDO തള്ളി. കമ്പനിയുടെ കൈവശമുള്ള ഭൂമിയിൽ കൃഷി ചെയ്യാനാണ് നിർദ്ദേശം. എന്നാൽ കൃഷിഭൂമിയിൽ ഫാക്ടറി ആരംഭിക്കില്ലെന്നും ബാക്കിയുള്ള 20 ഏക്കറിൽ ബ്രൂവറി തുടങ്ങുമെന്നുമാണ് ഒയാസിസിന്റെ വിശദീകരണം. CPIയുടെ രാഷ്ട്രീയ തീരുമാനമാണോ എന്ന് അറിയില്ലെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ് പ്രതികരിച്ചു. പദ്ധതി ചർച്ച ചെയ്യാൻ ഈ മാസം 19-ന് LDF യോഗം ചേരും. അല്ല, അതെനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞുകൂടാ. എന്താണെന്നുള്ള വിശദാംശങ്ങൾ അറിഞ്ഞുകൂടാ. നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. CPI ഉടക്കുകയാണല്ലോ തുടർച്ചയായിട്ട് ഒരു രാഷ്ട്രീയമായി പറയുന്ന വാദം. അതോടൊപ്പം തന്നെ ഈ കടലാസ് നീക്കത്തിൽ ഇതെല്ലാം അവർ മാറി നിൽക്കുകയാണല്ലോ. എക്സൈസ് വകുപ്പ് എടുക്കുന്ന ഒരു നയവുമായി ചേർന്നല്ല നിൽക്കുന്നത്. അല്ല, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലായി. അത് ഞാൻ പറയുമെന്ന് പ്രതീക്ഷിക്കരുത്. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ് റഷീദ്, ബ്രൂവറിയിൽ CPIയുടെ പാലക്കാട് ഘടകത്തിന്റെ അതൃപ്തി നമ്മൾ ആദ്യം കാണുന്നു, പിന്നീട് അത് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. എന്നാൽ ഇപ്പോൾ കൃത്യമായി ഈ ഒരു ഇടപെടൽ വരികയാണ്. LDF യോഗം ചേരുന്നതിന് മുൻപേയുള്ള ഈ ഇടപെടലിനെ എങ്ങനെയാണ് കാണേണ്ടത്? സ്വാഭാവികമായും പാർട്ടിയുടെ നയപരമായ തീരുമാനം അനുസരിച്ച് മന്ത്രിമാർ ചില തീരുമാനങ്ങൾ എടുത്ത് അത് കീഴ്ഘടകങ്ങളിലേക്ക് കൊടുത്ത് ഒരു തീരുമാനമായി വന്നതാണ് എന്ന് വേണം കരുതാൻ. കാരണം ഒയാസിസ് കമ്പനി 4 ഏക്കർ ഭൂമി ഡാറ്റാ ബാങ്കിലുള്ള ഭൂമി തരം മാറ്റണമെന്നാവശ്യപ്പെട്ട് ആദ്യം P പ്രസാദ് മന്ത്രിയായിരിക്കുന്ന കൃഷി വകുപ്പിനെയാണ് സമീപിക്കുന്നത്. കൃഷി ഓഫീസർ അത് റിജക്റ്റ് ചെയ്തു. അതിനുശേഷം K രാജൻ മന്ത്രിയായിരിക്കുന്ന റവന്യൂ വകുപ്പിൻ്റെ കീഴിലേക്ക് അപേക്ഷ പോകുന്നു. വില്ലേജ് ഓഫീസറുടെ അടുത്തേക്ക് പോകുന്നു. അതിനുശേഷം RDOയുടെ അടുത്തേക്ക് പോകുന്നു. കൃഷി ഓഫീസറിൻ്റെ കൂടി റിപ്പോർട്ട് വാങ്ങിയതിന് ശേഷം RDO ഇത് റിജക്റ്റ് ചെയ്യുകയാണ്. അതായത് ഈ 4 ഏക്കർ ഭൂമി നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒയാസിസ് കമ്പനി ഈ കുടിവെള്ളത്തിന് മഴവെള്ള സംഭരണിക്ക് പ്ലാന്റ് നിർമ്മിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഭൂമിയാണ് എന്നാണ് കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. നിലവിലെ അവസ്ഥയിൽ അവിടെ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനവും നടത്താൻ പറ്റില്ല. 2008 വരെ കൃഷിയുള്ള ഭൂമിയിൽ കൃഷി അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്നാൽ നടപടിയെടുക്കണമെന്ന് RDO വില്ലേജ് ഓഫീസർക്കും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതേക്കുറിച്ച് എക്സൈസ് മന്ത്രിയായ MP രാജേഷിനോട് അല്പസമയം മുമ്പ് നമ്മൾ ചോദിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് സർക്കാർ ഒയാസിസ് കമ്പനിക്ക് സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാനുള്ള അനുമതി കൊടുക്കുമ്പോൾ നിലവിലുള്ള നിയമവ്യവസ്ഥകൾക്ക് അനുസരിച്ച് മറ്റ് അനുമതികൾ വല്ലതും നേടാനുണ്ടെങ്കിൽ അത് നേടണം എന്ന് കൃത്യമായി ഉത്തരവിൽ പറയുന്നുണ്ട്. അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന തരത്തിലുള്ള അഴിമതിയൊന്നും നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി 19-ാം തീയതി LDF യോഗവും ചേരുന്നുണ്ട്. സുജയ, വ്യക്തമാണ്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.